ഛത്തീസ്ഗഡിൽ അടുത്ത നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഒരു പുതിയ നിയമം, ഒരു ബില്ല് കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നു. ഇപ്പം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ പ്രശ്നം, കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോലാഹലങ്ങൾ, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ അവരുടെ കാര്യവുമായി മുന്നോട്ട് പോകും. വലിയ അടിയായിരിക്കില്ലേ അത്? അവര് കഴിഞ്ഞ കൊല്ലം തന്നെ അവിടുത്തെ സർക്കാർ, വിജയ് സായി സർക്കാർ, മറ്റേ ദേവസായി സർക്കാർ അവിടെ കഴിഞ്ഞ കൊല്ലം തന്നെ ഈ ശക്തമായ ഒരു മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവരുന്നതിൻ്റെ കരട് തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞ കൊല്ലം തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്നലെയും അവിടുത്തെ ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞു അത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചിട്ട് പാസ്സാക്കും എന്ന്. ഇപ്പോൾ അവിടെ നിലവിലുള്ളത് 1968 മധ്യപ്രദേശിൽ പാസ്സാക്കിയ, മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നല്ലോ, മധ്യപ്രദേശിൽ പാസ്സാക്കിയ, അതിൻ്റെ പേര് മതം മാറ്റ നിരോധന നിയമം എന്നല്ല, മതസ്വാതന്ത്ര്യ നിയമം എന്നാണ്. റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ബില്ലാണ് അവിടെ ഉള്ളത്. അത് കോൺഗ്രസ് സർക്കാർ 1968 പാസ്സാക്കിയതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ അവിടെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഈ നിയമത്തിൻ്റെ കാര്യം BJPയുടെ MLA അജയ് ചന്ദ്രാർക്കർ, മുമ്പ് മന്ത്രിയായിരുന്ന ആളാണ് അജയ് ചന്ദ്രാർക്കർ, അദ്ദേഹം ഇത് നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവന്ന് ഉന്നയിച്ചിരുന്നു. ഈ പല സ്ഥലത്തും മതം മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം. അപ്പോൾ അദ്ദേഹം അജയ് ചന്ദ്രാകർ നിയമസഭയിൽ പറഞ്ഞത് ചങ്കൈ സഭകൾ ധാരാളം നടന്ന് പാവങ്ങളെ ആകർഷിച്ചിട്ട് മതം മാറ്റുന്നു എന്ന് പറഞ്ഞു. ചാങ്കൈ സഭ എന്ന് അവിടെ പറയുന്നത് എന്തിനാണെന്നറിയോ? രോഗശാന്തി ശുശ്രൂഷയ്ക്കാണ് ഈ പറയുന്നത്. അങ്ങനത്തെ സമ്മേളനങ്ങൾ നടത്തിയിട്ട് അവിടെ ഈ ആളുകളുടെ മുമ്പിൽ വെച്ച് മേത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ മറ്റേ കാല് വയ്യാത്ത ആൾ എഴുന്നേറ്റ് നടക്കുക, ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ രോഗശാന്തി ശുശ്രൂഷകൾ വഴി മതം മാറ്റം, അതൊരു ഇൻഡ്യൂസ്മെന്റ് ആണത്, ഇല്ലേ? പ്രേരണയാണത്. അപ്പൊ അതുകൊണ്ട് പാവങ്ങളെ ആകർഷിക്കാൻ അങ്ങനെ ചെയ്യുന്നു, പാവങ്ങളെ വഴിതെറ്റിക്കുന്നു, അങ്ങനെ മതം മാറ്റം നടത്തുന്നു എന്നുള്ള കാര്യം ഈ മാർച്ചിൽ അവിടെ നിയമസഭയിൽ ചർച്ചയായതാണ്. ഈ പ്രശ്നം അവിടുത്തെ ഒരു കടുത്ത പ്രശ്നമാണിത്. ഗോത്രവർഗ മേഖലകളിൽ, പ്രത്യേകിച്ച് വനവാസികളുടെ ഇടയിൽ 1968 ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് ആണ് അവിടെ പാസ്സാക്കിയിട്ടുള്ളത്. അതിൽ നിർബന്ധിത മതം മാറ്റം മാത്രമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറെ കൂടി ശക്തമായ ഒരു ബില്ലായിരിക്കും എന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2024 മുതൽ സർക്കാർ അതിൻ്റെ പണിപ്പുരയിലുമാണ് ഈ ശക്തമായ ബില്ലിൻ്റെത്. അതായത് ഈ മുൻമന്ത്രി ചന്ദ്രാകർ നിയമസഭയിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു കുറേ NGOs ഈ മതം മാറ്റത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അവർക്ക് വിദേശ ഫണ്ട് കിട്ടുന്നുണ്ട്, ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന NGOകൾ ശരിക്കും പ്രവർത്തിക്കുന്നത് മതം മാറ്റത്തിന് വേണ്ടിയാണ്. മതാടിസ്ഥാനത്തിലുള്ള NGOകളാണ് ഇവ, അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ യുവതികൾ വന്നില്ലേ കന്യാസ്ത്രീകളുടെ കൂടെ, അത് ബസ്തറിൽ നിന്നുള്ളവരാണല്ലോ. നാരായൺപൂർ എന്ന് പറയുന്നത് ബസ്തറിലാണ്. ഈ മുൻമന്ത്രി ചന്ദ്രാകർ നിയമസഭയിൽ പറഞ്ഞു ബസ്തറിലെ 19 NGOകളിൽ 9 എണ്ണം, പിന്നെ ജാഷ്പൂരിലെ 18 NGOകളിൽ 15 എണ്ണം ഇത് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്നതാണ്. ജാഷ്പൂർ എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി വിഷ്ണു ദേവസായിയുടെ മണ്ഡലമാണ്. അവിടെ ധാരാളം NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിയമസഭയിൽ തന്നെ BJPയുടെ ഒരു MLA പറഞ്ഞു. അപ്പോൾ ജാഷ്പൂര് ധാരാളം ഇങ്ങനെ NGOകളുണ്ട്, അവിടെയാണ് കൂടുതൽ മതം മാറ്റം നടക്കുന്നത് എന്നും പറഞ്ഞു. ഇവർ ഈ ഓഡിറ്റ് ചെയ്ത കണക്കുകളൊന്നും സമർപ്പിക്കാറില്ല അധികാരികൾക്ക്, ഈ NGOകൾ. ജാഷ്പൂരിലാണ് ഏറ്റവും കൂടുതൽ മതം മാറ്റം, അതായത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് കൂടുതൽ നടക്കുന്നത് എന്നുള്ള വിവരവും നിയമസഭയിൽ വന്നു.
അപ്പോൾ ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞു രോഗശാന്തി ശുശ്രൂഷയുടെ പേരിൽ മതം മാറ്റ പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം നടത്തും. 2020 ഒരു മതം മാറ്റ കേസ് ഛത്തീസ്ഗഡിൽ വന്നിരുന്നു, എടുത്തു പോലീസ്. 2021 7 കേസ് ഈ മതം മാറ്റ കേസ് പോലീസ് എടുത്തിരുന്നു. 2022 3 കേസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം 12 കേസ് ഉണ്ടായിരുന്നു ഈ മതം മാറ്റ കേസ് സഭയുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ വർഷം ഇതുവരെ 4 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ഈ മതം മാറ്റ കേസുകൾ സഭയ്ക്കെതിരെ ഒക്കെ നടക്കുന്നുണ്ട്. അത് ഈ ബസ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്തറിൽ നക്സൽ മേഖലയാണല്ലോ. അതെ, അവിടെ ആധാർ കാർഡും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടക്കാത്ത സ്ഥലമാണല്ലോ നക്സൽ. അപ്പോൾ അങ്ങനത്തെ കാർഡുകളൊന്നും ഇല്ലെങ്കിലും മതം മാറ്റം എളുപ്പമാണ്. കാരണം കോടതിയിൽ കേസ് പോയാലും തെളിവില്ല എന്നൊക്കെ പറയാമല്ലോ. ഇതാരാണ്, എന്താണ്, എവിടെ താമസിക്കുന്നു, രേഖയില്ലല്ലോ. ഇല്ല. അപ്പോൾ അതൊരു സൗകര്യമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ചൂഷണം. നിയമം ഉണ്ടെങ്കിലും ഈ ചൂഷണം നടക്കുന്നത്. ശരിക്കും ഇരകൾ കന്യാസ്ത്രീമാരല്ല, വനവാസികളാണ്. അതാണ് മാധ്യമങ്ങളും മാർക്സിസ്റ്റുകളും കാണേണ്ടത്. ശരിക്കും ഇരകൾ എന്ന് പറയുന്നത് കന്യാസ്ത്രീകളല്ല, വനവാസികളാണ്. ഈ 2 കന്യാസ്ത്രീകളുടെ കൂടെ തന്നെ അവരിയ്ക്കുന്നത് കണ്ടില്ലേ? ആ വനവാസികൾ എന്തോ ഒരു ഗതികെട്ട മുഖഭാവമാണ് അവരുടെ ശരീരഭാവവും ഒക്കെ. അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25-ാം വകുപ്പ് മതസ്വാതന്ത്ര്യമുണ്ട്, മതപ്രചാരണം, റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രാക്ടീസ്. പ്രസംഗിക്കാം, പ്രചരിപ്പിക്കാം, മതത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം. പക്ഷേ മതം മാറ്റുക എന്നുള്ളത് പാടില്ല. അത് പാടില്ല. നിർബന്ധിത മതം മാറ്റം പാടില്ല. അതിന് ഈ നിയമത്തിലൊക്കെ ഉള്ളത് 3 മാസം മുമ്പേ നോട്ടീസൊക്കെ കൊടുക്കണ്ടേ അധികാരികൾക്ക്? അതെ. ഇവരെ ഇപ്പൊ ഈ 2 കുട്ടികളുടെ ഈ വനവാസി കുട്ടികളുണ്ടല്ലോ, ആദിവാസി ഗോത്ര വിഭാഗത്തില്, അതിലൊരു കുട്ടിയുടെ അഭിമുഖം മലയാള ചാനലിൽ കാണിച്ചിരുന്നു, ഞാൻ കണ്ടതാ. അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട്, പെൺകുട്ടി, 5 വർഷം മുമ്പ് വരെ ഞാൻ ഗുണദേവനിലാണ് വിശ്വസിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്. 5 കൊല്ലമായിട്ട് ഞാൻ യേശുവിലാണ് എന്ന് പറയുമ്പോ എന്താ അർത്ഥം? 5 കൊല്ലം മുമ്പ് മതം മാറ്റി എന്നാണല്ലോ. അപ്പൊ 5 കൊല്ലം മുമ്പ് ഈ വനവാസി പെൺകുട്ടികളെ മതം മാറ്റിയത് എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷണം നടക്കണ്ടേ ഇവിടെ? എന്ത് കൊടുത്തിട്ടാണ് പ്രേരിപ്പിച്ചത്? എങ്ങനെയാണ് പ്രേരിപ്പിച്ചത്, എങ്ങനെയാണ് അവർ മതം മാറിയത്? അങ്ങനെ ഒരു കേസുണ്ട്, തെളിവാണ് ആ അഭിമുഖം. ഇവിടെ അത് മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമൊക്കെയാണ് അവര്. അതെ, പക്ഷെ ഈ പ്രക്ഷേപണം ചെയ്തപ്പോഴും ഇങ്ങനൊരു കുഴപ്പമുണ്ടെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല. ഈ ചാനല് ഒരു ഈ സഭയുടെയൊക്കെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചാനലിൽ തന്നെയാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ അവര് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, 5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അത് വലിയ തിരിച്ചടിയായിട്ട് മാറും. അത് അവര് ഗോത്രവർഗ ദേവനെ, ഗുണദേവനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. 5 കൊല്ലമായിട്ട് ഇപ്പൊ യേശുവിലാണ് എന്ന് പറഞ്ഞാൽ 5 വർഷമേ ആയിട്ടുള്ളൂ മതം മാറിയിട്ട്. വനവാസികളെ മതം മാറ്റിയിരിക്കുന്നു. അത് വലിയ തെളിവായിട്ട് മാറുകയും ചെയ്യും. അത് തെളിവാണ്. അപ്പൊ അത് അന്വേഷിക്കണ്ടേ? അപ്പോ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ഈ മതം മാറ്റ മതസ്വാതന്ത്ര്യ ബില്ല് പാസ്സാക്കിയത് 1967 ഒഡീഷയിൽ. 2ാമത്തത് ഈ ഛത്തീസ്ഗഡ് അടങ്ങുന്ന മധ്യപ്രദേശിലായിരുന്നു അന്ന് 1968. അരുണാചലിൽ 1978, തമിഴ്നാട്ടിൽ 2002, ഗുജറാത്തിൽ 2003, ഹിമാചൽ 2006, ജാർഖണ്ഡ് 2017, ഉത്തരാഖണ്ഡ് 2018. അപ്പോൾ 1972 ഈ മധ്യപ്രദേശ് ഇവിടത്തേക്ക് ഈ നിയമത്തിനെതിരെ റവറൻഡ് സ്റ്റാനിസ്ലാവോസ് എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുപോയി കേസ് കൊടുത്തിരുന്ന റവറൻഡ് സ്റ്റാനിസ്ലാവോസ് വേഴ്സസ് മധ്യപ്രദേശ് എന്ന് പറഞ്ഞിട്ടൊരു കേസ്. സുപ്രീം കോടതി ആ നിയമം ശരിവെക്കുകയാണ് ചെയ്തത്. ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞാൽ മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഈ 2006 ഈ ഛത്തീസ്ഗഡിലൊരു നിയമമൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഗവർണർ അതെടുത്തിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു ബില്ല്. അതെ, ഛത്തീസ്ഗഡിൽ തന്നെ. അപ്പോൾ അത് ബില്ല് പാസ്സാക്കി അങ്ങോട്ട് അയച്ചതാണ്, രാഷ്ട്രപതിക്ക് അയച്ചു.
അതങ്ങനെ അവിടെ നിയമമായില്ല. ആ 2060 ശക്തമായിരിക്കും ഇപ്പോൾ എന്നാണ്. അത് ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം ആ അപേക്ഷ അതെ, അത് രാഷ്ട്രപതിയുടെ അവിടെ എങ്ങനെ ഇരിക്കുകയാണ്, ഫയലിലിരിക്കുകയാണെന്ന് പറയാം അല്ലേ? അത് റെഫർ ചെയ്തുമില്ല, ഒന്നുമില്ല, വെറുതെ ഇരുന്ന് അത് അസാധുവായിപ്പോയി അത്. അപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ ഈ 1968 എന്നൊക്കെ പറയുമ്പോൾ ഇത് കോൺഗ്രസ്സുകാരാണല്ലോ ചെയ്തത്, നിയമമൊക്കെ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് 1954 ഏപ്രിൽ 16 മുഖ്യമന്ത്രി രവിശങ്കർ ശുക്ല എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് IB മിനിസ്റ്ററിലെ വിദ്യാചരൺ ശുക്ല, ആ ശുക്ലയുടെ ചേട്ടനാണ് ഈ രവിശങ്കർ ശുക്ല. അയാളുടെ സർക്കാർ ദ ക്രിസ്ത്യൻ മിഷണറി ആക്ടിവിറ്റീസ് എൻക്വയറി കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. കോൺഗ്രസ് മുഖ്യമന്ത്രി ക്രിസ്ത്യൻ മിഷണറിമാർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനായിട്ടൊരു സമിതിയെ വെച്ചു. റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് ഭവാനി ശങ്കർ നിയോഗി ഒക്കെ ആയിരുന്നു നേതൃത്വം. അങ്ങനെ നിയോഗി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട് അവിടെ, ഈ മിഷണറിമാർ ചെയ്യുന്ന കുൽസിത പ്രവൃത്തികളെയൊക്കെ പറ്റി. അപ്പോൾ നിയോഗി കമ്മിറ്റി റിപ്പോർട്ടിൽ മതം മാറ്റത്തിനെ വിമർശിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വനവാസികൾക്കിടയിൽ ഗോത്രവർഗത്തിൻ്റെ വിദേശ മിഷണറിമാർ വന്ന് ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 1968 കോൺഗ്രസ് സർക്കാർ അവിടെ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ 1 വർഷം തടവ് 5000 രൂപ പിഴ ആണ് പൊതുവെ. പക്ഷെ അത് മൈനറായ കുട്ടിയാണെങ്കിൽ, ഗോത്രവർഗമാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ, ദലിതാണെങ്കിൽ 2 വർഷം തടവും 10000 രൂപ പിഴയും, ഇങ്ങനെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കർശനമാക്കേണ്ടതല്ലേ, ചെറിയ ശിക്ഷയാണല്ലോ. അപ്പോൾ അതാണ് അവിടെ വരാൻ പോകുന്നത്. ഈ 2022 ജനുവരി 7 ജസ്റ്റിസ് GR സ്വാമിനാഥൻ, നമ്മുടെ ചെന്നൈ ഹൈക്കോടതി ഉണ്ടല്ലോ തമിഴ്നാട്, അദ്ദേഹം പറഞ്ഞു ജനസംഖ്യാ മാറ്റം, ഡെമോഗ്രഫി ചേഞ്ച്, അത് ദേശീയ മൂല്യങ്ങളെ അട്ടിമറിക്കുന്നു, നമ്മുടെ പവിത്ര സംസ്കാരത്തെ അട്ടിമറിക്കുന്നു. 1980കളിൽ കന്യാകുമാരിയിൽ ഹിന്ദുക്കൾക്കിങ്ങനെ ജനസംഖ്യ കുറഞ്ഞു, നാശം വന്നു. ഹോളോകോസ്റ്റിന് മുമ്പുള്ള, ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാസികൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതാണ്. ഹോളോകോസ്റ്റിന് മുൻപുള്ള ജർമ്മൻ ഗ്രാമത്തിലെ ജൂതരെ പോലെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കൾ. ഹൈക്കോടതി പറഞ്ഞതാ, മറ്റേ ചെന്നൈയിൽ ഹിന്ദുക്കൾ. മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരിക്കുക. ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ അത് മാത്രം പ്രസിദ്ധീകരിക്കും, മറ്റേത് പറയില്ല. ഏത് അക്രമം നടക്കുന്നത് അത് പറയില്ല, മതം മാറ്റ അക്രമങ്ങൾ നടക്കുന്നത് പറയില്ല. അപ്പോൾ പ്രചാരണത്തിൽ നടക്കുന്നതൊക്കെ മനഃശാസ്ത്രപരമായ അക്രമമാണ് എന്ന് കോടതി പറഞ്ഞു. സൈക്കോളജിക്കൽ വയലൻസ് അത് നടക്കുന്നുണ്ട്, അത് കറക്റ്റാണ്. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഈ ബഹളം ഉണ്ടല്ലോ, അത് സൈക്കോളജിക്കൽ വയലൻസാണ്. ഇരകൾ കന്യാസ്ത്രീകളല്ല, ഇരകൾ വനവാസികളാണ്. ഞങ്ങൾ ഇരകൾക്കൊപ്പം എന്നല്ലേ മാധ്യമങ്ങൾ പറയാ, ഞങ്ങൾ ഇരകൾക്കൊപ്പം എന്നല്ലേ മാർക്സിസ്റ്റുകൾ പറയാ. എങ്കിൽ അവർ കന്യാസ്ത്രീകളുടെ കൂടെ അല്ല നിൽക്കേണ്ടത്, അവർ വനവാസികളുടെ കൂടെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.